നമുക്ക് അപൂർവമായൊരു കാഴ്ചയാണല്ലോ ഒരു ആസ്ട്രോണറ്റിനെ നേരിട്ട് കാണുക എന്നുള്ളത്. സുനിത വില്യംസ് സ്പേസ് പോകുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അവരെ ഓർക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടും എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പൊ കോഴിക്കോട്ട് വന്നപ്പോൾ നമുക്ക് അവസരം കിട്ടി. DC ബുക്സിന്റെ രവി നമ്മളെ ക്ഷണിച്ചിരുന്നു, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല സമയം കിട്ടി. ഒരു 10 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. അവർ വലിയ സന്തുഷ്ടയാണ്. അവരുടെ സന്ദേശം എന്നുള്ളത് ഈ വായുവും വെള്ളവും എർത്തും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ എന്തിനാണ് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. എല്ലാ റിലീജിയസ് മൈൻഡോടെ തന്നെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ മനുഷ്യന്റെ സ്നേഹവും മനുഷ്യന്റെ ഐക്യവും കൂട്ടായ്മയൊക്കെയാണ് ലോകത്തിന് ആവശ്യം എന്നവർ പറയുകയുണ്ടായി. DC ബുക്സ് പിന്നെ ഇങ്ങനെ ഒരു ക്ഷണം തങ്ങൾക്ക് കൊടുത്തപ്പോ, അതായത് ഇവരെ കാണാനുള്ള ഒരു അവസരമുണ്ട് എന്ന് പിന്നെ പറഞ്ഞ് മിസ്റ്റർ രവി ക്ഷണിച്ചപ്പോ വന്ന് കാണാൻ തോന്നി. കാരണം അപൂർവമായ ഒരു സിദ്ധി ഉള്ള ഒരാളാണല്ലോ. സ്പേസിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അവരുടെ അനുഭവങ്ങളൊക്കെ ഏതാനും അപ്പൊ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞത് മനുഷ്യനൊക്കെ ഒന്നാണ് എന്നുള്ള അവരുടെ സന്ദേശം. മുകളിൽ കയറി നോക്കിയാൽ എല്ലാവരും ഒന്നാണ് എന്നാ തോന്നുന്നതെന്നാ പറഞ്ഞത്. അത് നമുക്ക് ജീവിതത്തിൽ പകർത്താം. ഇന്നിപ്പോ രാജ്യത്തിന് ആവശ്യം അതാണ്. അത് നമുക്ക് പകർത്താം. ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം തോന്നി തങ്ങളും സുനിത വില്യംസും കൂടിക്കാഴ്ച എന്തായിരിക്കും നിങ്ങൾ സംസാരിക്കാന്നുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു തുടക്കം? എന്ത് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്? എന്ന് വെച്ചാൽ അവര് ആദ്യം തന്നെ പറഞ്ഞാൽ കേരളത്തിൽ വന്നതിൽ സന്തോഷമുണ്ട്. കേരളീയരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ആ സ്പേസിൽ കുടുങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനയിലായിരുന്നു. അതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അവരെ കാണുക എന്നൊക്കെയുള്ളത് നമ്മുടെ പൊതുവായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അത് ആ നിലയ്ക്ക് ഇപ്പോൾ DC ബുക്സ് അതിനുള്ള അവസരം ഒരുക്കി തന്നു. അതിൽ DC ബുക്സിനോട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. അവര് പറഞ്ഞത് കേരളം ഇപ്പോൾ ഞങ്ങള് കടലിൽ ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാം ഈ ഓഷ്യനെ പോലെയാണെന്നാണ് അവർ പറഞ്ഞത്. സ്പേസ് നോക്കുമ്പോൾ ഒരു ഓഷ്യന്റെ മാതിരി അങ്ങനെ. അതെ അതെ. ഞാൻ ചോദിച്ചു ഓഷ്യന്റെ കളർ കാണുമോ അതോ ഫോറസ്റ്റും മറ്റൊക്കെ ഉണ്ടല്ലോ, എല്ലാം വ്യത്യസ്ത. അപ്പൊ അവര് പറഞ്ഞു ഒക്കെ ഒരു കളർമയാണ്, ഒരു കളർഫുൾ ആയിട്ടാണ് ഭൂമിയെ കാണുന്നത്. ആ കളർഫുൾ ആയിട്ട് തന്നെ മനുഷ്യന്റെ ജീവിതവും ഇവിടെ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണയുള്ളവനായിരിക്കും എന്നാണല്ലോ മതവചനം. എല്ലാ മതങ്ങളുടെയും സന്ദേശം അതാണ്. അവര് ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ അതിലാണ് വാസ്തവത്തിൽ തങ്ങൾ ആകർഷണമായത്. ഈ വിസിറ്റിന് വലിയ താല്പര്യം പ്രകടിപ്പിച്ചത് തങ്ങളാണ്. അപ്പോ DC രവിയുടെ ക്ഷണം വന്നപ്പോൾ തന്നെ പോണം എന്ന് പറഞ്ഞിറങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വചനം തന്നെയാണ്. എന്തിനാണ് ഈ മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് എന്നുള്ള അവരുടെ വാക്കുണ്ടല്ലോ, അത് വളരെ ആകർഷണീയമാണ്. അത് സംശയമൊന്നുമില്ല. KLF-ന് പുറത്തുനിന്നുള്ളൊരു ചോദ്യമാണ്, അതായത് ഉമ്മർ ഫൈസ് മുഖത്ത് നേരെ ചാടല്ല. അത് പിടിവിട്ട്